നമ്മൾ പാരൻസ് കുട്ടികളെ അറിഞ്ഞോ അറിയാതെയോ ലാബിൽ ചെയ്യാറുണ്ട്. മേ ബി അതിൻ്റെ ഒരു ഇൻറ്റൻഷനലി ചെയ്യുന്നതായിരിക്കില്ല, നമ്മൾ അറിയാതെ, അല്ലെങ്കിൽ മേ ബി നമ്മളുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇനി അങ്ങനെ അവൻ ചെയ്യരുത് എന്നുള്ള ഒരു ഇൻറ്റൻഷനോടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ കണ്ടക്ട് ഡിസോർഡർ എന്നൊക്കെ പറയും. അപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സിൽ വരുന്നതാണ്. സോ അവരിൽ ഏതെങ്കിലും തരത്തിലുള്ള കണ്ടക്ട് ഡിസോർഡറുള്ള കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ മോഷണം പോലെയുള്ള തെഫ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ കാണിക്കാറുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്ത് ഒളിപ്പിക്കുക അല്ലെങ്കിൽ മോഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു ട്രേറ്റ്സ് അവരിൽ കാണിക്കാറുണ്ട്. സോ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ബിഹേവിയർ ഒരു കുട്ടി കാണിക്കുമ്പോൾ നമ്മളവിടെ പാരൻ്റായിട്ട് നിൽക്കുമ്പോൾ നമ്മളവിടെ നീ ഇങ്ങനെ മോഷ്ടിച്ചു, സോ നീ ഇങ്ങനെ കള്ളനാണ്, നീ അങ്ങനെ ചെയ്യരുത്, നിൻ്റെ പേരിൽ നീ ഇങ്ങനെയായിരിക്കും നിന്നെ വിളിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ അവിടെ ലാബിൽ ചെയ്യാണ്. മേ ബി നമ്മളുടെ ഇൻറ്റൻഷൻ കുട്ടി ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല, ഈ ഒരു ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യരുത് എന്നൊക്കെ ഉള്ളതാവാം. പക്ഷെ നമ്മളിങ്ങനെ ഒരു ലാബിലിങ് കുട്ടിയിലേക്ക് കൊടുക്കുമ്പോൾ നമ്മളറിയാതെ അവൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇങ്ങനെ ഒരാളാണ് എന്നുള്ളൊരു പോയിൻ്റാണ് അവരിലേക്ക് ഇഞ്ചക്ട് ചെയ്യണത്. സോ ഇത്തരത്തിലൊരു ലാബിലിങ് അവിടെ ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് അവരെ ആ ഒരു ബിഹേവിയറിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പം ലാബിലിങ്ങിലേക്ക് പോകാതെ അവൻ ചെയ്തതൊരു മിസ്റ്റേക്കാണ് എന്നുള്ള രീതിയിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ ഓക്കെ, മോനിന്നത് എടുത്തു, നാളെ അവന് തിരിച്ചു കൊടുത്താൽ മതി, അറിയാതെ വന്നു പോയതായിരിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഒരു ലാബിലിങ് വരുന്നില്ല എന്നുള്ളതാണ്. മേ ബി ഇൻറ്റൻഷൻ നല്ലതാവാം, പക്ഷെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നെഗറ്റീവായി പോകാറുണ്ട് ലാബിലിങ്ങിലേക്ക് പോകുമ്പോൾ. സോ മാക്സിമം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു ലാബിലിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക.